ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വലിയൊരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഈശോ തനിച്ച് മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അവസരത്തിൽ ഈശോ ശിഷ്യന്മാരെ മറുകരയ്ക്ക് വിട്ടതിന് ശേഷം ഈശോ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ ശിഷ്യന്മാർ പോയ വള്ളം അപകടത്തിൽപ്പെടുകയാണ്. അതറിഞ്ഞുകൊണ്ട് ഈശോ അവരുടെ അടുത്തേക്ക് വെള്ളത്തിന് മുകളിൽ നടന്നു ചെല്ലുകയാണ്. ഈശോയുടെ സ്നേഹമാണ് കാണിക്കുക. ഇത് കണ്ട് ഭൂതം എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിച്ച് വിളിക്കുക. അപ്പോൾ പറയുന്നത് ഭൂതമല്ല, ഭയപ്പെട്ടത് ഞാനാണ്. അപ്പോൾ പത്രോസ്ലീഹായ്ക്ക് ഒരാഗ്രഹം, ഇതുപോലെ വെള്ളത്തിന് മുകളിലൂടെ നടക്കണം. അവനോട് പറഞ്ഞു വെള്ളത്തിന് മുകളിൽ നടന്നാൻ പറഞ്ഞു. അപ്പോൾ ഈശോനെ നോക്കിക്കൊണ്ട് അവൻ പോവുകയാണ്. പക്ഷെ പിന്നീട് അതിൻ്റെ ട്രാക്ക് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വചനത്തിൽ പ്രകാരമാണ് പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 30-ാം തിരുവചനം. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ രക്ഷിക്കണമേ. ഈശോനെ പിന്നീട് രക്ഷിക്കുന്നുണ്ട്. ഈശോനെ നോക്കിക്കൊണ്ട് ഈശോ നടന്നതുപോലെ തന്നെ അവൻ നടന്നു. ഈശോയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വചനം പറയാണ്, കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടിട്ട് അവൻ ഭയപ്പെട്ടു. അവനനുസരിച്ച് താന്നു വന്നു. ഈശോയുടെ സാന്നിധ്യമുണ്ടായിട്ടും ഈശോ അവന് നടക്കുവാനായിട്ട് പറഞ്ഞിട്ടും അവൻ ചുറ്റുപാട് നോക്കി വല്ലാതെ ഭയപ്പെട്ടു. ആ മുങ്ങിത്താന്നു പോകും. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, നീ കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉള്ളപ്പോഴും നീ ചുറ്റുപാടുകൾ നോക്കി ഭയപ്പെടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിത നൗക താന്നു പോകത്തേയുള്ളൂ. ശക്തനായവൻ കൂടെ ഉണ്ടായാൽ പോരാ, നിൻ്റെ ദൃഷ്ടി അവനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും. നിന്നെ തളർത്തുന്ന ഒന്നിലേക്ക് നിൻ്റെ ദൃഷ്ടി പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ നിൻ്റെ ജീവിതം തളർന്നു പോകും. ഈശോ നോക്കി യാത്ര ചെയ്യാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈശോയെ, എപ്പോഴും നിന്നെ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാനായിട്ട് വ്യക്തി അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൽ തളർത്തുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കാതെ, തളർത്തുന്ന ചുറ്റുപാടുകളിലേക്ക് നോക്കാതെ, തളർത്തുന്ന ശക്തികളിലേക്ക് നോക്കാതെ നിന്നിൽ നിന്ന് ശക്തി കൈവരിച്ച് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. നിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതി.